കാഞ്ഞിരപ്പള്ളി ആണിത്തോട്ടത്ത് വെള്ളിയാഴ്ച രാത്രിയിലുണ്ടായ കനത്ത മഴയിലാണ് വീടിന്റെ ശുചിമുറിയും സംരക്ഷണ ഭിത്തിയും ഇടിഞ്ഞു താഴ്ന്നത്. ചിറ്റാർ പുഴയുടെ സമീപത്ത് സ്ഥിതി ചെയ്യുന്ന മറ്റൊരു വീടിന്റെ സംരക്ഷണ ഭിത്തിയും ഇടിഞ്ഞു താഴ്ന്നിട്ടുണ്ട്. 3 വീടുകളുടെ സംരക്ഷണ ഭിത്തി ഏതു സമയവും ഇടിഞ്ഞു വീഴാവുന്ന നിലയിലായതോടെ വീട്ടുകാർ ഭീതിയിലാണ്. പള്ളി വീട്ടിൽ MM റസാഖിന്റെ വീടിനോട് ചേർന്നുള്ള സംരക്ഷണ ഭിത്തിയും ശുചിമുറിയുമാണ് രാത്രി തോട്ടിലേക്ക് ഇടിഞ്ഞു വീണത്. കരിമലക്കുഴിയിൽ മുഹമ്മദ് മുസ്തഫ റാവുത്തറുടെ സംരക്ഷണ ഭിത്തിയുടെ ഒരു ഭാഗം തോട്ടിലേക്ക് ഇടിഞ്ഞു വീണു. ബാക്കി ഭാഗം ഏതു സമയത്തും ഇടിഞ്ഞു താഴാവുന്ന അവസ്ഥയിലുമാണ്. സമീപത്ത് താമസിക്കുന്ന തൈപ്പറമ്പിൽ TA ഷക്കീർ, കിഴക്കയിൽ നാസറുദ്ദീൻ, ഇല്ലത്തുപറമ്പിൽ മുഹമ്മദ് ബഷീർ എന്നിവരുടെ ചുറ്റുമതിലും അപകടാവസ്ഥയിലാണ്. ഗവൺമെൻറ് ചീഫ് ഡോക്ടർ N ജയരാജ സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി. 2 വർഷം മുമ്പ് ഇവിടെ MLA ഫണ്ടിൽ നിന്നും ചുറ്റുമതിൽ നിർമ്മിക്കുവാനായി രൂപ അനുവദിച്ചിരുന്നു. ഇത് ഇറിഗേഷൻ വകുപ്പ് വകമാറ്റി ചെലവഴിച്ചതായി നാട്ടുകാർ ആരോപിച്ചു. ഇതോടെ ഇറിഗേഷൻ വകുപ്പിന് അടിയന്തര നടപടി സ്വീകരിക്കുവാൻ MLA നിർദ്ദേശവും നൽകി. കേരള കോൺഗ്രസ് M നിയോജക മണ്ഡലം സെക്രട്ടറി ബിജു ചക്കാല, CPIM ബ്രാഞ്ച് സെക്രട്ടറി ജാസർ നാസർ എന്നിവരും MLAയ്ക്കൊപ്പം ഉണ്ടായിരുന്നു. ടീം റിപ്പോർട്ടേഴ്സ്, കാഞ്ഞിരപ്പള്ളി. യൂണിവേഴ്സിറ്റി ഡിപ്ലോമ കോഴ്സസായ മെഡിക്കൽ ലാബ് MLT, ഡിപ്ലോമ ഇൻ റേഡിയോ ഇമേജിംഗ് ടെക്നോളജി, ഫസ്റ്റ് എയ്ഡ് ആൻഡ് ഹെൽത്ത് കെയർ, ഫാർമസി അസിസ്റ്റന്റ്, ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജി, OT, ഡയാലിസിസ് ടെക്നീഷ്യൻ തുടങ്ങിയ കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. തിയറി, പ്രാക്ടിക്കൽ ക്ലാസുകൾ സ്റ്റൈഫൻഡോടുകൂടി വിവിധ ആശുപത്രി പ്രാക്ടിക്കൽ സൗകര്യം, ഹോസ്റ്റൽ യാത്രാ കൺസെഷൻ, 200ഓളം ആശുപത്രികളിൽ പരിശീലന സൗകര്യവും ജോലിയും, പിന്നോക്കക്കാർക്ക് ഫീസ് ആനുകൂല്യവും നൽകുന്നതാണ്. അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.